അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരി. ഇവിടെ ഞങ്ങളെ വീട് പോയി ഞങ്ങളിവിടെ ഉണ്ട്. നൗഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഉബൈദൊക്കെ ചളീന്റെ ഉള്ളിലാണ്, ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി, അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി, ആരെങ്കിലും ഒന്ന് ഓടി വരി. ഒന്ന് പെട്ടെന്ന് വരി ആരെങ്കിലും. നൗഷിക്കൊന്നും ശ്വാസം കിട്ടുന്നില്ല, മണ്ണിന്റെ ഉള്ളിലെ ചളിയാ വായിലൊക്കെ. എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ശ്വാസം പോലും കിട്ടുന്നില്ല, നിലവിളിച്ച് ഒരു വീട്ടമ്മ. വയനാട് ദുരന്തത്തിലെ ഏറ്റവും വലിയ ഭീകരത നിറഞ്ഞ ഒരു ശബ്ദശകലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നെഞ്ചുലയ്ക്കുന്ന ശബ്ദശകലം. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി വയനാട്ടിലുണ്ടായ ഒരു ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടലിൽ രക്ഷ തേടി നിലവിളിക്കുന്ന ഒരു വീട്ടമ്മയുടെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതേസമയം മറ്റു വാർത്തകൾ കൂടി നോക്കാം. നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി 6 പേരുടെ മൃതദേഹ ഭാഗങ്ങൾ ഒഴുകിയെത്തി. രാവിലെ പലയിടങ്ങളിലും വേറെയും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തിയതായി പറയുന്നുണ്ട്. 6 പേരുടെ മൃതദേഹത്തിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി ഉണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണ് എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ. ചാലിയാർ വനത്തിലൂടെ ശക്തമായ ഒഴുക്കിൽ മൃതശരീരങ്ങൾ പോത്തുകൽ മേഖലയിൽ എത്തിയതെന്ന് സംശയമുണ്ട്. വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് നിഗമനം. കാരണം ഒരുപാട് പേരെ കാണാതായി എന്ന് അയൽവാസികൾ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടവരാകാം എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ ശക്തമാവുകയാണ്. അതേസമയം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കൺട്രോൾ റൂം നമ്പരൊക്കെ അറിഞ്ഞിരിക്കുക. 9491000402 എന്നതാണ് ഒരു നമ്പർ. മറ്റൊരു നമ്പർ 047127215666 എന്നീ നമ്പറാണ്. അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ്, NDRF, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുടെ 250 അംഗങ്ങൾ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചിട്ടുണ്ട്. NDRFന്റെ കൂടുതൽ ടീമിനെ സംഭവസ്ഥലത്തേക്ക് ഉടൻ എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും വയനാടിനെ ഒന്നാകെ, പ്രത്യേകിച്ച് കേരളത്തെ ഒന്നാകെ നടക്കിക്കൊണ്ടുള്ള ഒരു വലിയൊരു ദുരന്തം തന്നെയാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ഒരു രാത്രി, അതായത് 2 മണിയോട് അടുപ്പിച്ചായിരുന്നു ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഒരു പ്രദേശമാകെ ഈ ഒരു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു പോയ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയാണ്. ഒരുപാട് പേരെ കാണാതായി. കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഹെലികോപ്റ്ററും സൈന്യവും അടക്കമുള്ള സഹായം കേരളം തേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു ദുരന്തത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. കനത്ത വെല്ലുവിളി തീർത്ത് കാലാവസ്ഥയും പ്രതികൂലമാണ്. ഈ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു നടുക്കം തന്നെയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.